നമസ്കാരം. കടൽമണൽ ഖനനത്തിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. എന്നാൽ നമ്മുടെ രാജ്യം വിനാശകരമായ അതേ വഴിയിൽ സഞ്ചരിക്കുകയാണ്. എല്ലാത്തിലുമുപരി സംസ്ഥാന സർക്കാർ ഇതിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിന്റെ മത്സ്യസമ്പത്തും തീരദേശവും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസുമൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിലാണ് ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ തീരങ്ങളെ വിഴുങ്ങാൻ കേന്ദ്രത്തിന്റെ കടൽമണൽ ഖനന പദ്ധതി പൂർണ്ണ സജ്ജമായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈയും കെട്ടിയിരിക്കുന്നുവെന്ന് ചോദിക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ കോടികളും ഇപ്പോഴും തുടരുന്ന മാസപ്പടിയുമാണോ ഈ നിശബ്ദതയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും പിണറായി പ്രതികരിച്ചില്ല. മിനറൽ ബ്ലോക്കുകൾ ലേലം ചെയ്ത് വിജ്ഞാപനം വന്നിട്ടും പിണറായി സർക്കാർ അനങ്ങിയിട്ടുമില്ല. വ്യവസായ സെക്രട്ടറിയുടെ ഒരു കത്ത് മാത്രം കേന്ദ്രത്തിന് അയച്ച് കയ്യും കെട്ടിയിരിക്കുകയാണ് പിണറായി. കേരള നിയമസഭ ഇതിനെതിരെ പ്രമേയം പാസാക്കണമെന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി മുഖം തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്ത് ടങ്സ്റ്റണിൽ ഖനനത്തിന് നൽകിയ അനുമതി തമിഴ്നാട് സർക്കാർ ശക്തമായി ഇടപെട്ട് റദ്ദാക്കിപ്പിച്ചു. എന്നാൽ BJP CPM അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നതിനാൽ പിണറായി സർക്കാരിന് ഇതിനൊന്നും കഴിഞ്ഞില്ല. അതേസമയം കടൽമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കൊല്ലം DCCയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും രാപ്പകൽ സമരം നടത്തി. കേരളത്തിൽ കടൽമണൽ ഖനനം നടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ല. 2023 പുതിയ നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള തീരക്കടൽ വരെ ഖനനം നടത്താനുള്ള അധികാരം കേന്ദ്രം കൈയടക്കി. സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിൽ പങ്കെടുക്കുകയും കരിമണൽ ശേഖരിക്കുകയും ചെയ്യാം. കരിമണൽ ലോബി കാത്തിരുന്നതും ഇതിനു വേണ്ടിയാണ്. ടെൻഡർ നടപടികൾ ഈ മാസം 27-ന് പൂർത്തിയാക്കി 28-ന് കരാർ ഉറപ്പിക്കും എന്നാണ് വിവരം. സുനാമി തകർത്തെറിഞ്ഞ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് ആദ്യം ഖനനം നടത്താൻ പോകുന്നത്. അന്ന് സുനാമിക്ക് തുടക്കമിട്ടത് ഇന്തോനേഷ്യയിലായിരുന്നു. അനിയന്ത്രിതമായ ഖനനമാണ് സുനാമിക്ക് വഴിയൊരുക്കിയതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഇന്തോനേഷ്യ കടൽമണൽ ഖനനം നിരോധിച്ചിരുന്നു. കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ശേഷം പൊന്നാനി, ചാവക്കാട്, കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ മേഖലകളിലും ഖനനം നടത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.